എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. പ്രതിഭയുടെ രത്നശോഭയുമായിട്ട് നിരവധി കലാകാരന്മാരാണ് വൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിൽ എത്തുന്നത്. അവരുടെ രസകരമായ പ്രകടനങ്ങൾ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തമാശ നിറഞ്ഞ വൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതിഭാശാലികളായ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിനെ വാർത്തെടുക്കുന്ന നമ്മുടെ ഷോയുടെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റമായ നമ്മുടെ രമേശ് ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി. നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം KS പ്രസാദേട്ടൻ. ഏറ്റവും നല്ല റെസ്പോൺസ് ആണ്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ആണ്, പിന്തുണയാണ്, പ്രോത്സാഹനമാണ് വൺസ് അപ്പോൺ എ ടൈമിനും ഇവിടെ വന്ന് പെർഫോം ചെയ്തു പോകുന്ന കലാകാരന്മാർക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റേജിൽ മുൻപ് ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച കലാകാരന്മാർ വീണ്ടും എത്തുന്നത്. ഇന്ന് അതുപോലെ നമ്മൾ ഒരിക്കൽ കൂടി ഈ വേദിയെ കിടിലം കൊള്ളിക്കാനായിട്ട് സ്റ്റാൻഡപ്പ് കൊമേഡിയനായ ജോൺ ജോയെ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം ജോൺ ജോ. ജോ, കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആൾക്കാർ മുഴുവൻ എന്ത് പറഞ്ഞു? വളരെ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. വീട്ടുകാരും ബന്ധുക്കളെല്ലാവരും വിളിച്ച് വളരെ നല്ല ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയത്. അപ്പോൾ കുറച്ചും കൂടി ജെന്യുവൻ ആയൊരു റെസ്പോൺസ് കിട്ടണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാൻ ചെയ്തത് നമ്മുടെ യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബ് ചാനലിൽ ഇത് അപ്ലോഡ് ആയപ്പോൾ ഞാൻ അതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി. ലവ് യു ഡയാന, ഡയാന ചേച്ചി കിടു, ഡയാന ചേച്ചി സൂപ്പർ, ഒരുത്തൻ 15 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയിട്ട് ഡയാന ഡയാന ഡയാന. അതോടുകൂടി ഞാൻ ആ പരിപാടി നിർത്തി. അത് നമ്മുടെ വിധിയാ. എന്ത് ചെയ്തു കഴിഞ്ഞാലും അവസാനം ഡയാന ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ട് അതിന്റെ ക്രെഡിറ്റും കൊണ്ട് പോകും. ജോ വന്ന എപ്പിസോഡിൽ ആരൊക്കെ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ പെർഫോം ചെയ്യുന്നവരുടെ ഫ്ലോ കളയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം ഈ ഫ്ലോ എന്ന് പറയുന്നത് നമ്മളെല്ലാം കൂടെ എഡിറ്റ് ചെയ്തിട്ട് നിരത്തി അങ്ങ് വെച്ചപ്പോഴാണ്. ഇവിടെ വരുന്ന പലരും ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണ്. അവരിടയ്ക്കൊന്ന് മറന്നു പോകും. സർ 1 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളൊരു കഥ പറയും. അപ്പോൾ അവരാലോചിക്കും, അവർ തിരിച്ചു പറയും. അല്ലെങ്കിൽ തന്നെ ഇതൊരു മത്സരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ എപ്പിസോഡുകൾ കാണുന്ന ആൾക്ക് പ്രസാദേട്ടൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഡയാന പറഞ്ഞാലും ജോ പറഞ്ഞാലും നമുക്ക് വേണ്ടത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് തമാശകൾ കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയല്ലേ ജോ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മളെ കുറിച്ചുള്ള ഒരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതാണ് നമ്മുടെ അമ്മ വേഴ്സസ് നമ്മുടെ അച്ഛൻ. അമ്മമാർക്ക് മക്കളെ കുറിച്ച് ഗംഭീര എക്സ്പെക്ടേഷനാണ്. ഈ എക്സ്പെക്ടേഷൻ്റെ ഒരു റേഞ്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളൊരു മൊബൈൽ ഫോണാണെന്ന് വിചാരിക്കും. അമ്മയ്ക്ക് നിങ്ങൾ സാധാരണ ഒരു മൊബൈൽ ഫോണല്ല, 4 ക്യാമറയും 256 GB ഹാർഡ് ഡിസ്കും പിന്നെ അങ്ങനെയൊക്കെയുള്ളൊരു iPhone 12 Pro ആണ്. പക്ഷേ അപ്പനറിയാം ഇത് പച്ച ഞെക്കിയാൽ കോൾ എടുക്കാം, ചുവപ്പ് ഞെക്കിയാൽ കട്ട് ചെയ്യാം. അതിന് മാത്രം പറ്റുന്ന ഒരു Nokia 1100 ആണുള്ളത്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ വീട്ടിൽ ഒരു 2 വയറ് കൂട്ടി പിരിച്ചൊരു നക്ഷത്രമോ മാലവളവൊക്കെ ഇടുമ്പോൾ അമ്മ അത് കാണുന്നത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് അസംബ്ലി ചെയ്യുന്നതാണ്. താഴെ നിന്നിട്ട് അപ്പം പറയും, ആ കൂട്ടി പിരിച്ചോടത്ത് ഇൻസുലേഷൻ ടൈപ്പ് കിട്ടുമ്പോൾ പശയുള്ള സൈഡ് നോക്കി ഒട്ടിച്ചോളും. ഏത് 4 കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജ് പോയ എന്നോട് ഇൻസുലേഷൻ ടൈപ്പ് പശയുള്ള സൈഡ് ഒട്ടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു മനുഷ്യൻ? എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ഇതേ സംഭവം തന്നെയാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലായാലും. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യണ സമയത്ത് എൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു ടെൻഷനും ഇല്ല. ഞങ്ങൾ ലോകോത്തര കാര്യങ്ങളെല്ലാം സംസാരിക്കും. അതായത് ഗ്യാസ് ഓഫ് ചെയ്യാൻ പറഞ്ഞു എന്നാ തോന്നണേ, വെള്ളം തുറന്നിട്ടിട്ട് പോകുന്നുള്ള അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. യാതൊരു ടെൻഷനും ഇല്ല. അമ്മയുടെ ധാരണയിൽ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഡ്രൈവറാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതേ സംഭവം തന്നെ പപ്പയായി കഴിയുമ്പോൾ മാറി. കാറ് കളരിയായി, ആള് കളരിയാശാനായി, ഞാൻ ശിഷ്യനായി. ഇടത് വെട്ടി വലത് വെട്ടി വലിഞ്ഞമർന്ന് നിവർന്ന് ഈ സാധനം ക്ലച്ചിലൂന്നി ഗിയർ ഡൗൺ ചെയ്തിടാ. ഹൈവേയിൽ ഇത്ര സ്പീഡിൻ്റെ ആവശ്യമില്ല, ബ്രേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൾ ഇത് അപ്പുറത്തിരുന്ന് ചവിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എൻ്റെ പപ്പ വന്നിട്ട് പറഞ്ഞു, എടാ എന്താ നിൻ്റെ ഉദ്ദേശം? പ്രായം കുറേ ആയില്ലേ, പെണ്ണ് കെട്ടണതിനെ കുറിച്ചുള്ള ആലോചനയൊന്നും ഇല്ലേ? നീ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയ മാട്രിമോണി സൈറ്റിൽ വല്ലതും ഇട്ട് നോക്കും, നിനക്ക് വല്ല പെണ്ണ് കിട്ടണമെങ്കിൽ നമുക്ക് കെട്ടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ചിന്തിച്ചത് എന്തുകൊണ്ട് എൻ്റെ അമ്മ ഇതെൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ധാരണയിൽ എക്സ്പെക്ടേഷൻ ലെവൽ iPhone 12 Pro ആണല്ലോ. അമ്മയുടെ ധാരണയിൽ എനിക്കൊരു 4 ഗേൾ ഫ്രണ്ടും 2 ബ്രേക്കപ്പും കഴിഞ്ഞിരിക്കുന്നതാണ് അമ്മയുടെ വിചാരം. പക്ഷേ റിയാലിറ്റി അറിയുന്നത് അപ്പനാണ്. വിവാഹ കമ്പോളത്തിൽ എനിക്ക് എന്ത് ഡിമാൻഡ് ഉണ്ട് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിടാൻ തീരുമാനിച്ചു. ഒരു കിടിലം പ്രൊഫൈൽ ഉണ്ടാക്കി ഞാൻ OLX-ലിട്ടു. സോറി, OLX-ലല്ല, മാട്രിമോണി സൈറ്റിലിട്ടു.
മാട്രിമോണി സൈറ്റിലിട്ട് അപ്പം തന്നെ എനിക്ക് അവരുടെ മെസ്സേജ് വന്നു, വെൽക്കം ജോൺ, വി ഹാവ് സം പ്രീമിയം മാച്ച് ഫോർ യു. തിരിച്ച് അങ്ങോട്ട് ഒരാൾക്ക് റിക്വസ്റ്റ് ഒന്നും അയച്ചില്ല. നമുക്ക് വരുമല്ലോ, പിന്നെ നമ്മൾ എന്ത് കാര്യത്തിന് അങ്ങോട്ട് ചെല്ലണം എന്നുള്ള ധാരണയിൽ ഞാനായിരുന്നു. ആഴ്ച 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ഈ വെൽക്കം മെസ്സേജ് അല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല. എന്തോ പന്തികേടുണ്ടെന്ന് തോന്നി എനിക്ക്. ഓഫ് കോഴ്സ് ഇത് വേറൊന്നും വലിയ ടെക്നിക്കൽ എറർ ആയിരിക്കുള്ളൂ. ഞാൻ അപ്പം തന്നെ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു, ഈ മാട്രിമോണി സൈറ്റിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ആപ്പ് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി സാർ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല സോറി, നിങ്ങളുടെ മൊബൈൽ ആപ്പ് വർക്ക് ചെയ്യില്ല. അല്ല എന്താണ് സാർ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇതിൽ ആപ്പിൽ എൻ്റെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തവരുടെ എണ്ണം 0 ആണ് കാണിക്കണേന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് പോസ്റ്റ് ചെയ്തവരല്ല, പ്രൊഫൈൽ വിസിറ്റ് ചെയ്തവരുടെ എണ്ണം 0 ആണ് കാണിക്കുന്നത്. നോക്കട്ടെ സാർ, 1 മിനിറ്റ് എന്ന് പറഞ്ഞു. നോക്കി അധികം സമയം എടുത്തില്ല. അവർ ഒന്നും ഇല്ല സാർ, സാറിൻ്റെ പ്രൊഫൈൽ ആരും വിസിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്നൊരു ഇതല്ലായിരുന്നു. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഇത്. അപ്പോൾ ഇതൊരു പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു വിഷയമാണല്ലോ അത്. അപ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ചു, ഈ ആപ്പിലൊക്കെ ഒന്ന് കയറി നോക്കാം, എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളതൊന്നും അറിയണമല്ലോ. അതിന് വേണ്ടി ഞാൻ ഈ ആപ്പിൽ കയറി കുറച്ച് പ്രൊഫൈലുകൾ എടുത്ത്, പെൺകുട്ടികളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി. ഒരു 4-5 പ്രൊഫൈൽ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ മാട്രിമോണി സൈറ്റുകളുടെ ആപ്പ് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റില്ലേ അതിൻ്റെ പക്കാ കോപ്പിയാണ്. അതേ ഫീച്ചേഴ്സാണ് ഇതിലുള്ളത്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് അതിൽ ആമസോണിലാണെങ്കിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ നോക്കി, ഒരു ചൂണ്ട നോക്കിയെന്നുണ്ടെങ്കിൽ അവർ ചൂണ്ട നോക്കിയതിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് പറയും, ചൂണ്ട നോക്കിയാരെല്ലാവരും കൊളുത്തും നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊളുത്ത് കൊണ്ട് കാണിക്കും. ഇതേ സംഭവം ഈ മാട്രിമോണി സൈറ്റിലുണ്ട്. ഇപ്പോൾ ഒരു MBBS കാരിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ നേരെ താഴത്തെ ഒരു പടം കൊണ്ട് കാണിച്ചിട്ട് പറയും, MBBS കാരിയെ നോക്കിയിട്ട് എല്ലാവരും BDS കാരിനെ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ട് കാണിക്കും. ഇതുപോലെ തന്നെ ഇവർക്ക് പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ്, അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണഗണങ്ങൾ അത് ഈ സൈറ്റിലും ഉണ്ട്. ഹൈറ്റ്, വെയ്റ്റ്, കളറ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളൂ, നമ്മുടെ ഈ മാട്രിമോണി സൈറ്റുകളിൽ പ്രൊഡക്റ്റ് റിവ്യൂ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതാണ് ഈ ആമസോൺ ഒരു ഷോപ്പിംഗ് സൈറ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസമുള്ളൊരു സംഭവം. ഞാൻ പറയണമെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനും കൂടി വെക്കണം. അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ രസകരമായ ഇതുകൾ കിട്ടും. അതെ, ഓരോരുത്തർക്കും അവനവന്റെ ഭാര്യയ്ക്ക് എത്ര സ്റ്റാർ കൊടുക്കാന്നുള്ളത് കൃത്യമായിട്ടിട്ട് കൊടുക്കാനായിട്ട് പറ്റും. സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ പെണ്ണുകൾ എഴുതിയിട്ടുണ്ടാവും, ഞാൻ ഈ സൈറ്റിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഒക്കേഷണലി ഡ്രിങ്ക്സ്, ഒക്കേഷണലി സ്മോക്സ്, വിശേഷ ദിവസങ്ങളിൽ കുടിക്കും, വിശേഷ ദിവസങ്ങളിൽ വലിക്കും. ഇവനെ എല്ലാ ദിവസവും ഒക്കേഷൻ എന്നുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഐ വാണ്ട് എ റീഫണ്ട്. എന്തായാലും കുറേ പ്രൊഫൈലുകൾ കയറി ഇറങ്ങിയതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ പ്രൊഫൈൽ ആരും വിസിറ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാട്രിമോണി സൈറ്റുകളിലെല്ലാം ഏജ് അബവ് 30 എന്ന് പറയുന്നത് എക്സ്പയർഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. ഒരു പട്ടി ചാത്തം തിരിഞ്ഞു നോക്കില്ല. പെൺകുട്ടികൾ അവരുടെ ചെക്കന് നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 30 വയസ്സിന് താഴെ. 32 വയസ്സായ പെണ്ണും നോക്കുന്നത് 29 വയസ്സായ ചെക്കന്. 30 വയസ്സുകാർക്ക് ഇതിൽ യാതൊരു സാധ്യതയില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ ആത്മാഭിമാനം മാറ്റിവെച്ചു, ചറ പറയെ റിക്വസ്റ്റ് അയച്ചു. അവരെന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ചറ പറയെ റിജക്റ്റ് ചെയ്തു. ചിലരൊക്കെ ഇവിടുന്ന് റിക്വസ്റ്റ് സെൻഡ് അടിച്ച വഴി റിജക്ഷനാണ്. എനിക്കൊരുമാതിരി ഞാൻ വീണ്ടും കോളേജിലൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീൽ ആയി തുടങ്ങി. അതായത് ചെന്ന് പറഞ്ഞ വഴിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം മുഖത്ത് നോക്കി പറയാണ്. ഇത് ഗഹനമായൊരു പഠനത്തിന് വിധേയമാക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനൊരു ചെറിയ റിസർച്ച് നടത്തി. നമ്മുടെയാണുള്ള ആവശ്യം. ഈ റിസർച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം. അതായത് ഒരു 25 വയസ്സ് തുടങ്ങി 28 ആ ഒരു റേഞ്ചിലുള്ള അത്യാവശ്യം പഠിപ്പുള്ള പെൺകുട്ടികളുടെ പ്രൊഫൈൽ എടുത്തിട്ട് പാർട്ട്ണർ പ്രിഫറൻസ് എന്നുള്ള പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ ഏതൊക്കെ സർവീസസ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ശമ്പളം കിട്ടുന്ന ജോലിയും അതിന് പഠിക്കേണ്ട കോഴ്സുകൾ ഏതാണ് അതിൽ നിന്ന് കിട്ടും. പലരുടെയും ജീവിത ലക്ഷ്യം തന്നെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. അത്രക്കാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ സൈറ്റിലൊക്കെ കയറി ഒന്ന് നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് പറ്റിയൊരു കരിയർ ഓപ്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ പ്രൊഫൈലിൽ വേണ്ട ഭേദഗതികൾ വരുത്തിയിട്ട് 2ാമത് അപ്ലോഡ് ചെയ്തു. ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഹാപ്പി ന്യൂസ് ഇപ്പം അടുത്ത് വന്നു. അതായത് അത് കൃത്യമായ ഡേറ്റ് പറഞ്ഞാൽ ഈ ഒക്ടോബർ 24-ാം തീയതിയാണ് വന്നത്. ഹാപ്പി ബർത്ത്ഡേ ജോൺ, നൗ യു ആർ 32, വി ഹാവ് സം പ്രീമിയം മാച്ച് ഫോർ യു. ജോ കുറച്ച് നല്ല OLX കൊണ്ടിട്ടു എന്നൊക്കെ പറഞ്ഞ ഉൾപ്പെടെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നല്ല തമാശകൾ. എൻ്റെ ഒരു സംശയം ചോദിക്കണത്, ഇത് ജോയുടെ ഒരു ആത്മാംശം ഇതിനകത്തുണ്ടോ? ചെറുതായിട്ടുണ്ട്. മാത്രമല്ല, ഈ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതിൽ 30 വയസ്സ് കഴിഞ്ഞവർ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരാണെന്ന് പറയുമ്പം വളരെ ചെറുപ്പമാണെങ്കിലും അയ്യോ എന്ന് പറഞ്ഞൊരു ആത്മകഥം ഇവിടുന്ന് ഞാൻ കേട്ടു. ആണോ? ആ ഒരു തമാശക്ക് ഇവരെല്ലാവരും ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുമ്പം ഡയാനയുടെ ഉള്ളിൽ നിന്ന് മാത്രം അയ്യോ
നമ്മുടെ യൂട്യൂബിലെ കമന്റുകളിൽ ഈ ഡയാന ചേച്ചി ക്യൂട്ട് എന്നുള്ള കമന്റ് തീരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡയാനെ നമ്മൾ കെട്ടിച്ചു വിടണം. തീർച്ചയായും അങ്ങനെ കെട്ടിച്ചു വിട്ടാൽ ഈ പ്രശ്നം തീരും. ബാക്കിയുള്ളവർ ജോയെ കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങും. കണ്ടസ്റ്റൻസിന്റെ എല്ലാവരുടെയും ആവശ്യമാണ്, എല്ലാവരുടെ ഒരു ആവശ്യമാണ്. ഒരു പൊതു ഹർജി കിട്ടിയിട്ടുണ്ട്. കമന്റ്സ് കിട്ടും പുള്ളിക്ക്, കമന്റ്സ് എല്ലാം പുള്ളിക്ക് സപ്പോർട്ട് ചെയ്ത് കിട്ടും. കല്യാണം കഴിഞ്ഞ റെഡിയാണ് ഉടനെ. ഇനി നമ്മുടെ എപ്പിസോഡ് എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ തയ്യാറാണോ? അല്ല, മറ്റാരെങ്കിലും ത്യാഗം ചെയ്യാൻ തയ്യാറാവണമല്ലോ, ഡയന മാരി ചെയ്യണമല്ലോ. ഇപ്പം താങ്കളൊക്കെ ഈ പറഞ്ഞ പോലെ മാട്രിമോണി സൈറ്റുകളിലൊക്കെ ആണല്ലോ ഇടുന്നത്. അതിന് മുമ്പ് അങ്ങനെയല്ല, കൂടുതലായിട്ടും പ്രസാദേട്ടനൊക്കെ കല്യാണം ഒരു ബ്രോക്കർ ആയിരിക്കും നടത്തിയത്. ബ്രോക്കർ നമ്മളെ കൊണ്ടുപോകും, അതിന്റെ നമ്മളെ പറ്റി കുറെ പൊക്കി പറയും. അവിടെ ചെന്ന പെണ്ണിനെ കുറിച്ച് കുറെ പൊക്കി പറയും, പെണ്ണിന്റെ അച്ഛനെ കുറിച്ച് പൊക്കി പറയും. ഇങ്ങനെ ഈ പൊങ്ങച്ചത്തിന്റെ മറ്റൊരു മറുവശമാണ് ഈ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞത്. പ്രസാദേട്ടനെ പറ്റി അവരില്ലാത്ത ഒരുപാട് പറഞ്ഞോ പെണ്ണ് വീട്ടുകാരോട്? ഇതിൽ ഞാൻ പറഞ്ഞു കേട്ടുള്ള ഒരു ഇതാണ്, അതായത് ഈ ബ്രോക്കർമാർ വഴി കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ അവർ പറയും ചെക്കൻ്റെ സ്വഭാവം നല്ലതാണ്. ഈ സ്വഭാവത്തിൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്, ചെക്കന് ജോലിയില്ല, സ്വഭാവം നല്ലതാണ്. ഞങ്ങൾ ബോംബെയിൽ ഒരു പ്രോഗ്രാം നടത്താൻ പോയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ തൊട്ടടുത്തിരിക്കുന്ന രമേശ് പിഷാരടി പറയുകയാണ്, ഞാൻ പ്രോഗ്രാം കാണാൻ വരാം എന്ന് പറഞ്ഞു. വാശി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോഗ്രാം. അപ്പോൾ ഒരു 5 മണിയായി. 5 മണിയപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ ഫ്ലൈറ്റിലാണ് വരുന്നത്, ഇറങ്ങി ഞങ്ങൾ വേറെ പ്രോഗ്രാമിന് വരികയാണ്, എന്നാലും വരാം. ഞാൻ 5:30 മണി 6 മണിയായപ്പോൾ പറഞ്ഞു എന്താ രമേശ വരുന്നില്ലല്ലോ? അല്ല ഞാൻ വരുന്നില്ല, വേറൊരു സ്ഥലം വരെ പോവുകയാണ്. ഞാൻ പറഞ്ഞു ഏത് സ്ഥലമായാലും എന്താ, ഇന്ന് പ്രോഗ്രാമൊന്നുമില്ല, ഇങ്ങോട്ട് കണ്ടിട്ട് പോകാം നമ്മുടെ പ്രോഗ്രാം. ഇല്ലേ ഞാനൊരു പെണ്ണ് കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് കാണാൻ പോകുന്നത്? പൂനെയിലാണ്, ഇനി ഇവിടെ നിന്ന് പോയി വൈകുന്നേരത്തിന് മുമ്പ് അവിടെ എത്തണം, എന്നിട്ട് പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞിട്ട് നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം കാണാതെ രമേശ് പോയി പെണ്ണ് കണ്ടു. ആ പെൺകുട്ടിയാണ് രമേശ് കല്യാണം കഴിച്ചിരിക്കുന്നത്, സൗമ്യ. ഇവിടെ കോമഡി പറയുമ്പോൾ കൈയടിച്ചാൽ മതി, ഓരോരുത്തർ അവരുടെ സങ്കടം പറയുമ്പോൾ ദൈവത്തെ ഓർത്ത് കൈയടിക്കരുത്. എൻ്റെ കല്യാണാലോചനകൾ എനിക്ക് തീരെ ആലോചനകൾ വരാത്തൊരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം അച്ഛനമ്മയൊക്കെ പറഞ്ഞു ഇപ്പം നീയാണ് കൂടുതൽ യാത്ര ചെയ്യുന്നതും ലോകമായിട്ട് ബന്ധപ്പെടുന്നതൊക്കെ, അപ്പം നിനക്ക് നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടാൽ കെട്ടിക്കുമെന്ന് വരെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെത്തി. ഈ അനുവാദം കിട്ടി, സംഗതി ഇച്ചിരി വൈകി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഏത് പെണ്ണെതിരെ വന്നാലും ഒരു പക്ഷെ ഇതായിരിക്കും നാളെ എൻ്റെ ഭാര്യ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. അതെല്ലാവരും ചിന്തിക്കുന്ന ചിന്ത തന്നെയാണ്. ഇതാണോ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ്, അവൾ കൊള്ളാലോ, അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്ന സമയം ഈ പരിപാടിയുടെ ഡയറക്ടറായിട്ടുള്ള ഹരി ഞാനും അന്നും ഇന്നും വളരെ വലിയ സുഹൃത്തുക്കളാണ്. അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്ലഫ് മാസ്റ്റേഴ്സ് പറഞ്ഞ പരിപാടിയുടെ അപ്പോഴത്തെ പ്രൊഡ്യൂസർ ഹരിയാണ്, ആദ്യം ഒരു അനിലായിരുന്നു. ഹരി അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹരി എന്നോട് പറഞ്ഞു എടാ ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ പരിചയത്തിലൊരു പെണ്ണുണ്ട്, ഞാൻ അവരുടെ വീട്ടുകാരോടൊന്ന് സംസാരിച്ച് നോക്കാം, അവളെ കെട്ടുവാണ് കെട്ടിക്കുക എന്നൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ അറിയാതെ എറണാകുളത്തൊരു സർപ്രൈസായിട്ട് ഇവനൊരു വീട്ടിൽ വിളിച്ചു. ഉണ്ടാ പെങ്കൊച്ചിനുണ്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു പിന്നെ TV-ൽ ഈ വൈകുന്നേരം 5:30 മണിക്കൊരു പരിപാടിയുണ്ട്, അത് കാണാറുണ്ടോ എന്ന് ചോദിച്ചു. വല്ലപ്പോഴും അങ്ങനെയൊക്കെ കാണും, ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് കാണൂ, ഞാൻ എന്നിട്ടൊരു കാര്യം പറയാം. അപ്പോൾ എന്നെ ആദ്യം കാണണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് കാണൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാർത്താണ്ഡവർമ്മ രാജാവൊക്കെ ആയിട്ടുള്ളൊരു എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2-3 എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ നിന്നു. എൻ്റെ കഷ്ടകാലത്തിന് അന്ന് ഞാൻ കുട്ടൂസനും ധർമ്മജൻ്റെ ആഗ്നിയായിട്ടുള്ള വേഷത്തിലുള്ള എപ്പിസോഡാണ് നിൽക്കുന്നത്. ഈ എപ്പിസോഡ് തുടങ്ങി ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഹരി ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. ഈ പെണ്ണ് ഫോൺ എടുത്തു. ഹരി അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഹരി വിളിച്ചു, ഇപ്പൊ പരിപാടി കണ്ടോണ്ടിരിക്കുവാണോ എന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു എൻ്റെ ഹരിയേട്ടാ ഞാനൊരു 2 or 3 minutes കണ്ടു, അൺസഹിക്കബിൾ ആണ്, അത് കൂടുതൽ അത് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എൻ്റെ ഹരിയേട്ടൻ പറയൂ എന്തിനാ എന്നോടത് കാണാൻ പറഞ്ഞ? ഇപ്പൊ ഹരി പറയാ ഒന്നുമില്ല, വെറുതെ ഒരു പരിപാടി കാണാൻ പറഞ്ഞാ. നല്ല പെർഫോമൻസ് ആയിരുന്നു. നമ്മളെ ഒരു ട്രൂപ്പിന്റെ പോസ്റ്റ് അടിച്ച് എല്ലാ ഏജൻസിനും ഇത് അയച്ചു കൊടുക്കും. അപ്പോൾ ആദ്യത്തെ വർഷം എല്ലാവരും പ്രോഗ്രാം തരും, കാരണം ഇവരെങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടി. 2ാമത്തെ വർഷവും നമുക്ക് പ്രോഗ്രാം കിട്ടിയാൽ മാത്രമേ നമ്മുടെ പ്രോഗ്രാം നല്ലത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ വന്നപ്പോഴറിയുന്നത് ജോ ഇന്ന് 2ാമത്തെ പ്രാവശ്യമാണ് വന്നിരിക്കുന്നതാണ്. അതാണ് ജോയ്ക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഓക്കെ, താങ്ക് യു ജോ. വീണ്ടും വരണം. തീർച്ചയായും. താങ്ക് യു. വൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിൽ 2ാമതായി എത്തിയ കണ്ടസ്റ്റന്റ് ആയിരുന്നു നമ്മുടെ ജോൺ ജോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, നമ്മൾ 2ാമതൊരു കണ്ടസ്റ്റന്റിനെ കൂടി എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യുവാണ്. ആൻഡ് വി ഹാവ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മണിക്കുട്ടൻ ഫ്രം ചവറ.
എന്റെ മണിക്കൂട്ടൻ എന്ത് തോന്നിയ സാധനം എന്തേ അല്ല മണിക്കൂട്ടൻ ഇവിടെ നമ്മളെ പൈസ മേടിച്ച് മണിക്കൂട്ടൻ ഇവിടെ ക്യാരക്ടറുകളായിട്ട് എൻട്രി ചെയ്യാന്നും പറഞ്ഞിട്ടാണ് എല്ലാ പ്രസേട്ടം കണ്ടിട്ടില്ല എല്ലാ എപ്പിസോഡിൽ ഇന്നിപ്പോ ഇവിടെ പെർഫോമേഴ്സിനെ പോലെ വരേണ്ട ആവശ്യം എന്തായിരിക്കുന്നത്? അല്ലല്ല അതെ എന്താണെന്നറിയോ ഞാൻ ഇത്രയും നാൾ ചെയ്ത കോമഡികളൊക്കെ പോരാന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നിയത്. അതുകൊണ്ട് ഗ്രൂമേഴ്സ് പറഞ്ഞ് ഞാനൊരു കഥ പറഞ്ഞു. ഗ്രൂമേഴ്സ് പറഞ്ഞു ഉഗ്ര കഥ നീ പോയി സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് പറയാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. നമ്മുടെ രതീഷ് കാരക്കാടാണ് നമ്മുടെ ഗ്രൂമർ, പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ. അപ്പൊ അദ്ദേഹം ഒന്നും അറിയാണ്ട് നിങ്ങളെ കയറ്റി വിടൂല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ നോക്കാം മണിക്കൂട്ടൻ. ഓക്കെ, അപ്പൊ മണിക്കൂട്ടൻ നന്നായി പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം, ഞാൻ മണിക്കുട്ടൻ ചവറയിൽ നിന്നാണ് വരുന്നത്. ചവറ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ ചില മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. താങ്ക് യു. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ പേര് സുമേഷ് കിഷോർ ഡി എന്നാണ്. ഡി എന്ന് പറയുന്നത് ഡി എന്ന് പറഞ്ഞ എൻഷല് പെട്ടെന്ന് കേട്ടപ്പോൾ രമേശ് പിഷാരടി എന്ന് പോലെ തോന്നി എനിക്ക്. അതുകൊണ്ട് അയ്യോ അല്ല സുമേഷ് കിഷോർ ഡി എന്ന് പറയുന്നത് ഡി എന്ന് പറഞ്ഞ എൻഷല് ഇനീഷ്യൽ. ഓ അതെ, സാർ ഉദ്ദേശിച്ച പിഷാരടി സാറല്ല. പിഷാരടി സാറൊക്കെ എത്രയോ മഹാനായ കലാകാരനാണ്. മഹാൻ എന്ന് പറഞ്ഞാൽ മഹാൻ, വലിയ മഹാനേ. തുടങ്ങട്ടെ? അത്ര വലിയ മഹാനൊന്നും അല്ല. അല്ലല്ല വലിയ മഹാൻ തന്നെയാണ്. തുടങ്ങട്ടെ? ഈ സുമേഷ് കിഷോർ ഡി ഉണ്ടല്ലോ, കണ്ട വല്ല തിരക്കടൊന്നുമില്ല. പക്ഷെ വാ തുറന്ന മണ്ടത്തരത്തിന്റെ അയ്യരുകളി എന്ന് പറഞ്ഞ അയ്യരുകളിയാണ്. മണ്ടത്തരം പറയുക മാത്രമല്ല ചെയ്യുന്നത് ലോക മണ്ടത്തരം. അങ്ങനെയുള്ള ഒരാളാണ് ഈ സുമേഷ് കിഷോർ ഡി. ഈ പറയുന്ന സുമേഷ് കിഷോർ ഡി എന്ന് പറയുന്ന ആള് അച്ഛന് മരുന്ന് വാങ്ങിക്കാൻ കൊടുത്ത കാശുമായിട്ട് വിവറേജ് പോയി നിൽക്കുന്നത്. അതെ, ഇവിടെ വ്യക്തിഹത്യ പറ്റത്തില്ല കേട്ടോ. വ്യക്തിഹത്യ എന്നാര് പറഞ്ഞു? അത് സുമേഷ് കിഷോർ ഡി നിങ്ങൾക്ക് അറിയാമോ? അല്ല സാറിന് അറിയാമോ? അല്ല അതറിയത്തില്ല, പക്ഷെ അത് പറ്റത്തില്ല. സുമേഷ് കിഷോർ ഡി എന്ന് പറയുന്ന ആൾ ഇത് വേറെ സുഹൃത്ത്, നാട്ടിലുള്ള ആള് സുമേഷ് കിഷോർ ഡി, നല്ല സുന്ദരനായ. ഈ പുള്ളി മരുന്നിന് കൊടുത്ത കാശുമായിട്ട് വിവറേജിൽ പോയി നിൽക്കുന്നു. ആണോ? ഈ പുള്ളി വേറൊരു സ്വഭാവമുണ്ട്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ടക്കാതും പറഞ്ഞ് ഇങ്ങോട്ട് അടിച്ചു കളയും. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. പിന്നെ അസ്വസ്ഥത വരുമ്പോൾ കാലെടുത്ത് മേളിലോട്ട് വെക്കുക. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അസ്വസ്ഥത ഉണ്ട്. പിന്നെ അതെങ്കിൽ കൈ രണ്ടും കൂടെ കൂട്ടി പിടിക്കുക, പല്ലിറുമുക. അങ്ങനെ ഭയങ്കര അസ്വസ്ഥതയുള്ള. ഇതിന്റെ ഡയറക്ടറോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. അങ്ങനെ ഈ അസ്വസ്ഥത വരുമ്പോൾ പുള്ളി ഡോക്ടറോട് ഒരു കാര്യം പറയണ്ടെന്ന് പറയും. ഹരി, ഈ ഡോക്ടറുടെ പേര് ഗിരി എന്നാ. ഗിരി എന്നും പറഞ്ഞു ഉടനെ തന്നെ ഫോൺ എടുത്ത് ഗിരി അങ്ങനെ വിളിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. ഇതിവിടെ ചെയ്യാൻ പറ്റൂല കേട്ടോ. അതെന്ത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റാത്ത? അങ്ങനെ സ്വഭാവമുള്ള കിഷോർ ഡി ഒരു ദിവസം തലയ്ക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നിർത്തിക്കോ കേട്ടോ, നിർത്തിക്കോ. മതി, നല്ല തമാശയായിരുന്നു. ഓക്കെ മതി, ഇത്രയും തമാശ അല്ല പ്രസാദ്, ഇത് മതി, ഇത്ര മതി. സാധാരണ കണ്ടസ്റ്റൻസ് ഇവിടെ കഥ പറയുമ്പോഴേ അതിന്റെ ഇടയ്ക്ക് അതിനോടൊപ്പം കഥ പറഞ്ഞു പോകാറുണ്ട്. എന്തൊന്നും പറയാൻ എന്ത് എന്നാ ഞാനൊരു കഥ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, പേര് ചവറ മധുക്കുട്ടൻ. ചവറ മധുക്കുട്ടൻ എന്ന് പറയുന്ന ആള് മണിക്കുട്ടനാണോ? അയ്യോ, മണിക്കുട്ടനോ? മണിക്കുട്ടൻ മഹാനല്ലേ, വലിയ മഹാനല്ലേ. ഈ നിൽക്കുന്ന ആള് മഹാനാണ്. ഈ ചവറ മധുക്കുട്ടൻ എന്ന് പറയുന്ന ആള് അതിന്റെ ഒരു പരിപാടി നടത്തുന്ന ആൾക്കാർ ഇന്ന് പൈസ മേടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ സ്റ്റാൻഡപ്പ് നടക്കുന്നതിന്റെ ഇടയിൽ ചെറിയ ചെറിയ കോമഡികൾ അവതരിപ്പിക്കാം. അഥവാ സ്റ്റാൻഡപ്പ് ഏറ്റില്ലെങ്കിൽ മധുക്കുട്ടന്റെ കോമഡികൾ കൊണ്ട് ആ പരിപാടിയെ രക്ഷപ്പെടുത്തി തരാമെന്നും പറഞ്ഞ് കാശ് മേടിച്ചിട്ട് ഈ പരിപാടിയിലോട്ട് വരികയാണ്. ഇങ്ങനെ വന്നിട്ട് എല്ലാം ചെയ്തിട്ട് ഇതൊന്നും ഏക്കുന്നില്ല എന്നുള്ള. വ്യക്തിഹത്യ പാടില്ലല്ലേ? അയ്യോ, വ്യക്തിഹത്യ ഇല്ലല്ലോ. ഇത് മധുക്കുട്ടൻ, നിങ്ങൾ മഹാനല്ലേ. മഹാന്റെ കാര്യം പറയുന്നത്, മണിക്കൂട്ടനല്ല. അങ്ങനെ ഇത് ചീഞ്ഞപ്പം ഒരു കോട്ട് ഇട്ടുകൊണ്ട് വന്നിട്ട് ഈ പരിപാടി നടത്തുന്നവന്റെ മുതുകത്തേക്ക് കയറിയിട്ട് അവിടെ ഒരു കോമഡി അവതരിപ്പിക്കാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഈ കറുത്ത കോട്ട്, വൈറ്റ് പാന്റ് ആണ്. ഈ മധുക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് പാന്റ് എന്ന് പറയുന്നത്. പിഷാർജി എന്താ മണിക്കുട്ട ഡീൽ? ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. നമ്മൾ തമ്മിലൊരു വിഷയമില്ലല്ലോ. ഓക്കെ ആണല്ലോ. ഞാൻ വേറൊരു കഥ പറയാം. നമ്മൾ തമ്മിൽ പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. വേറെ കഥയാണല്ലോ പറയാൻ പോകുന്നത്. വേറെ കഥ. ഓക്കെ പറഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ കഥയാണ്. കാണാൻ നല്ല ലുക്കുണ്ടെങ്കിലും 10 പൈസയുടെ ബുദ്ധിയില്ല. പേര് സയാന. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. മറ്റൊരു മനോഹരമായ എപ്പിസോഡിലെ കാണുന്നതിന് മുൻപായിട്ട് പ്രസാദേട്ട എങ്ങനെയായിരുന്നു പെർഫോമൻസ്? ഞാൻ ടോട്ടലി ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് അടുത്തത് KS പ്രമോദ് എന്ന കണ്ണട വെച്ച താടിയുള്ള ഒരാളുടെ കഥ വരിക എന്ന് ഓർത്തിരിക്കുകയാണ്. ഏതായാലും വൈൻഡപ്പ് ചെയ്ത് നന്നായി.